നമസ്കാരം. ഞാനൊരു പാട്ട് പാടട്ടെ. പാടുകയല്ല, വരികൾ മാത്രം. ഗുരുവായൂരമ്പല ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ, ഗോപകുമാരനെ കാണും. ഈ പാട്ട് വയലാർ എഴുതിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മനഃപൂർവ്വം എഴുതിയതാണ്, യേശുദാസിന് വേണ്ടി എഴുതിയതാണ്. യേശുദാസിൻ്റെ മനോഗതം ഉള്ളിൽ വെച്ചുകൊണ്ട് വയലാർ എഴുതിയതാണ്. അത് ട്യൂൺ ചെയ്തതും അതുപോലെ തന്നെയാണ്. മൃദുലമായിട്ടുള്ള ഹൃദയത്തിൽ നിന്നുള്ളൊരു തേങ്ങൽ നമുക്കതിനകത്ത് കാണാൻ പറ്റും. കാലമേറെയായി യേശുദാസിനെ അവിടെ കയറ്റിയിട്ടില്ല. ഏത് കശ്മലനും അവിടെ കയറാം, യേശുദാസിന് കയറാൻ വയ്യ. ഭഗവാൻ ശ്രീകൃഷ്ണന് അവിടെയുള്ള വിഷ്ണുവിൻ്റെ രൂപമൊക്കെയാണ്. വിഷ്ണുവിന് ക്രിസ്ത്യാനികളെ കണ്ടുകൂടാ. അങ്ങനൊരു ഭഗവാൻ. ഏതായാലും ഇപ്പോൾ ആ സ്ഥിതിഗതികൾ മാറാൻ പോവുകയാണ്. ഞാൻ അറിഞ്ഞിടത്തോളം അടുത്ത് തന്നെ യേശുദാസ് ഗുരുവായൂരിൽ കയറാൻ പോകുന്നു. അടുത്ത ദിവസം തന്നെ അതിനുള്ള അനുവാദം ഗുരുവായൂർ തന്ത്രി നൽകാൻ പോകുന്നു, സർക്കാരും നൽകാൻ പോകുന്നു. അങ്ങനെ അവസാനം യേശുദാസ് ഗാനഗന്ധർവൻ ഗുരുവായൂരിലെത്തുന്നു. അദ്ദേഹം നട തുറക്കുന്നു, കണ്ണനെ കാണുന്നു. ഇനിയും അധികം താമസിയാതെ അതിൻ്റെ അനുവാദം അവിടെ നിന്ന് പുറപ്പെടും. തന്ത്രി അനുവാദം കൊടുക്കും, സർക്കാരും അനുവാദം കൊടുക്കും. ഇതിന് കാരണമായത് മറ്റൊരു സംഭവമാണ്. മാർ അപ്രേം ഇവിടെ അടൂര് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കയറി. ക്രിസ്ത്യൻ പുരോഹിതൻ അമ്പലത്തിൽ പ്രവേശിച്ചു. അതിൻ്റെ പേരിൽ കേസുണ്ടായി. പക്ഷേ കോടതി പറഞ്ഞു, അമ്പലത്തിൽ ആര് കയറണം, ആര് കയറാതിരിക്കണം, എന്ത് ചെയ്യണം എന്നിത്യാദി കാര്യങ്ങൾ, ആചാരസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ പരമാധികാരി കോടതിയല്ല, അത് തന്ത്രിയാണ്. ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് കേട്ടോ. തന്ത്രിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് മാർ അപ്രേം അവിടെ കയറിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ അത് ആചാരത്തിൻ്റെ ലംഘനമല്ല. ഏതൊരു നിയമവും സമൂഹത്തിൻ്റെ ഐക്യം തകർക്കാൻ ഉള്ളതാകരുത് എന്നാണ് പറഞ്ഞത്. കോടതിയുടെ എല്ലാ വിധികളുടെയും പുറകിൽ പലപ്പോഴും നല്ലതിന് വേണ്ടി എന്നൊരു ആപ്തവാക്യം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഏതായാലും അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പുരോഹിതൻ പ്രവേശിച്ചത് അത് ആചാരവിരുദ്ധമായിട്ടില്ല. അതിൻ്റെ പേരിൽ അവിടെ അശുദ്ധിയും വിശുദ്ധിനാശമൊന്നും വന്നിട്ടില്ലെന്നും കോടതി കൽപ്പിച്ചിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനാധിപനാണ്, കടമ്പനാട് ഭദ്രാസനാധിപൻ എന്ന് പറയും, ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം. അദ്ദേഹമാണ് അടൂര് ക്ഷേത്രത്തിൽ അടൂര് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്. അത് ശരിയായിട്ടില്ല. അതിൻ്റെ പേരിൽ നടപടി
ആ പ്രവേശിപ്പിച്ചത് ആളുകളുടെ പേരിൽ നടപടി, കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ എൻ്റെ തന്ത്രിയോ അവരുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി പറഞ്ഞു, തന്ത്രിയുടെ അനുമതിയോടുകൂടിയിട്ടുള്ള ക്ഷേത്രപ്രവേശനം അത് ആചാരലംഘനമല്ല. അതാണ് കോടതിയുടെ നിരീക്ഷണം. ക്ഷേത്രം വിളിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ അതിഥിയായിട്ടാണ് സക്കറിയാസ് മാർ അപ്രേം അവിടെ എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ആരും അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ക്ഷേത്രത്തിനകത്ത് പ്രവേശനം അവരനുവദിച്ചതും ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതും. ക്ഷേത്ര സംസ്കാരം ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ, അത് ദൈവത്തിൻ്റെ പേരിൽ എന്നുള്ളത് തെറ്റായിട്ടൊരു കീഴ്വഴക്കമാണ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വിഷ്ണുവിന് ക്രിസ്ത്യാനികളെ കണ്ടുകൂടാ, അങ്ങനെ വരുമോ? ക്ഷേത്രം ജനസംസ്കാരത്തിൻ്റെ, സമൂഹ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, നിയമപ്രകാരം ഒരിക്കലുണ്ടായ ഒരു വർഷമുണ്ടായിട്ടുള്ള 1965-ലോ 1960-ലോ ഉണ്ടായിട്ടുള്ള നിയമത്തിൽ പറയുന്നത് അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു എന്ന് നിയമപ്രകാരം പറഞ്ഞിട്ടില്ല. എന്നാൽ അമ്പലത്തിലെ ചില ചട്ടങ്ങൾ അത് പ്രകാരമാണ് അഹിന്ദുക്കൾ പ്രവേശിക്കരുതെന്ന് പറയുന്നത്. നിയമത്തിന് വിരുദ്ധമായിട്ട് ചട്ടങ്ങൾ നിലകൊള്ളാൻ എന്നൊന്നുണ്ട്. ശബരിമലയിൽ അതാ സംഭവിച്ചത്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അവിടെ ആർക്കും കയറാമെന്ന്. പക്ഷെ അവിടുത്തെ ചട്ടപ്രകാരം യുവതികൾ കയറരുത്. നല്ലതിന് വേണ്ടി, സമൂഹത്തിൻ്റെ നല്ലതിന് വേണ്ടി, അവിടെ ഒരു കലാപപൂരിതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തൽക്കാലം വലിയൊരു പാറക്കല്ലെടുത്തിട്ട് ആ കൽപ്പനയുടെ മേലെ വെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. എന്നാണത് പുറത്തെടുക്കുന്നത്, അന്ന് യുവതികൾ കയറുകയും ചെയ്യും. സാമൂഹിക ഐക്യം തകർക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും എവിടെ നിന്നുണ്ടായാലും അമ്പലങ്ങളിൽ നിന്നുണ്ടാകരുത്, ദേവാലയങ്ങളിൽ നിന്നുണ്ടാകരുത്. ഇതാണ് കോടതിയുടെ നിരീക്ഷണം. ജനങ്ങൾ തമ്മിലുള്ള ഐക്യം, മതങ്ങൾ തമ്മിലുള്ള ഐക്യം, പരസ്പരമുള്ള ബഹുമാനം, ആദരവ്, സ്നേഹം, പരിഗണന, സഹവർത്തിത്വം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ചട്ടങ്ങളായാലും നിയമങ്ങളായാലും എല്ലാം പ്രവർത്തിക്കേണ്ടത്. അഹിന്ദുക്കൾ പ്രവേശിക്കരുത് എന്ന് പല ക്ഷേത്രങ്ങളുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുള്ളത് കാണാം. പക്ഷേ ഹിന്ദുക്കളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള കല്യാണി എന്ന് പറഞ്ഞ സ്ത്രീക്ക് തൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള മേരി അമ്പലത്തിൽ വന്ന് പ്രവേശിക്കുന്നവരുടെ എതിർപ്പില്ല. ഒരു കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴും അതില്ല. ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കളല്ലാത്തവർ അമ്പലത്തിൽ പ്രവേശിക്കരുത് എന്നുള്ള ആ പഴയകാല തീരുമാനം, കാലം മാറിയല്ലോ, അതിനനുസരിച്ചൊന്ന് പുതുക്കി പണിയണം എന്നുകൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി, ബഹുമാനപ്പെട്ട കോടതി. അതിന് ആചാര്യന്മാർ, സന്യാസി വര്യന്മാർ, ദേവസ്വം ബോർഡ് കമ്മിറ്റികൾ, സർക്കാർ ഇവരൊക്കെ കൂടി ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. ഈ സംഭവം ഉണ്ടാകുന്നത് 2023 സെപ്റ്റംബർ 7. അന്ന് അവിടെ ശ്രീകൃഷ്ണ ജയന്തി നടക്കുന്ന സമയത്ത് അവിടെ ശോഭായാത്ര അതുണ്ടായിരുന്നു. അതിന് ഉദ്ഘാടനത്തിനായിട്ട് വിളിച്ചത് സക്കറിയാസ് മാർ അപ്രേം എന്ന അദ്ദേഹത്തെയാണ്.
അദ്ദേഹം അവിടെ വന്നു. ശോഭായാത്ര ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് ക്ഷേത്രത്തിൽ കയറാൻ താല്പര്യമുണ്ടെന്ന്. അവരത് സമ്മതിച്ചു. നല്ല കാര്യമാണ്, സുശോഭനമായിട്ടൊരു കാര്യമാണ്, മനസ്സിനെ ഹരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ അധികാരി, ഒരു ക്രിസ്ത്യൻ സഭ മേലധികാരി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ ആ ക്ഷേത്ര ഉപദേശക കമ്മിറ്റിക്കെതിരെ അവരാണല്ലോ അനുവാദം കൊടുക്കുന്നത്. അവിടെയുള്ള ഒരു നമ്പൂതിരി, സനൽ എന്നു പേരുള്ള ഒരു നമ്പൂതിരി ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു. ഈ പരാതി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇങ്ങനൊരു കാര്യം പറഞ്ഞു വച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു സർക്കാരുണ്ട്. ഈ സർക്കാർ ക്രിസ്ത്യാനികളുടേതാണോ, മുസ്ലിങ്ങളുടേതാണോ, ഹിന്ദുക്കളുടേതാണോ? സർക്കാർ ഇവിടെ എല്ലാവരുടേതുമാണ്. അവിടേക്ക് എല്ലാവരും നികുതി പണം കൊടുക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരുമയുണ്ട്. പിന്നെ എവിടെയാണ് ഒരുമയില്ലാതിരിക്കുന്നത്? എവിടെയാണോ അദ്വേഷ്ടത, മൈത്രി, അദ്വേഷ്ട സർവഭൂതാനാം മൈത്രക്കരുണയേവജ നിർമ്മമോ നിരഹങ്കാരക, ഗീത പറയുന്നതാണ്. സർവധർമ്മങ്ങളെയും സമഭാവത്തിൽ കാണേണ്ടുന്ന മതങ്ങളാണിപ്പോൾ ആളുകളെ പല തുരുത്തുകളിലാക്കി മാറ്റി നിർത്തിയിരിക്കുന്നത്. അത് മതങ്ങളുടെ അന്തസ്സിനെ കെടുത്തുന്ന കാര്യമാണ്. ഏത് കള്ളന്മാരെയും കൊള്ളക്കാര്യം സ്വീകരിക്കും. അതേസമയത്ത് യേശുദാസിനെ പോലുള്ള ആളുകൾ കയറിക്കഴിഞ്ഞാൽ, അന്യമതസ്ഥർ കയറിക്കഴിഞ്ഞാൽ അമ്പലമങ്ങ് അശുദ്ധമാകും, ദൈവത്തിന് ഇരിക്കപ്പെടുകയില്ലാതായി മാറും. അതെന്തൊരു ദൈവം എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഈ ഒരു സംഭവത്തെ അധികരിച്ചുകൊണ്ടാണ് വീണ്ടും യേശുദാസിൻ്റെ പ്രശ്നം വീണ്ടും പൊന്തി വന്നിട്ടുള്ളത്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാട്ട്. അത് അദ്ദേഹം എഴുതി, അദ്ദേഹം ട്യൂൺ ചെയ്ത്, അദ്ദേഹം പാടിയതായിട്ടേ നമുക്ക് തോന്നുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ മനോഗതവുമായിട്ട് ചേർന്ന് പോകുന്നൊരു പാട്ടാണ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പോയി വയലാർ രാമവർമ്മയോട് പറഞ്ഞിട്ടുണ്ടോ ഇത് ഇങ്ങനൊരു പാട്ട് എഴുതും? അദ്ദേഹം പോയി ദേവരാജൻ മാഷോട് പറഞ്ഞിട്ടുണ്ടോ അതിന് ഇന്ന ഭാവം കൊടുത്തുകൊണ്ട് ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ ആരും പറഞ്ഞു പോകും, യേശുദാസിന് ഇനി അധിക കാലമില്ല. കാരണം ജീവിച്ചോടത്തോളം ജീവിക്കില്ലല്ലോ. ഏറി വന്നാൽ 100 വയസ്സ്, അതാണല്ലോ പുരുഷായുസ്. അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സോ മറ്റോ ആയി. ഇനിയും എപ്പോൾ എന്നൊരു ചോദ്യം, ഈ ഒരു കാര്യം ഉയർന്നു വരുമ്പോൾ മുഴുവൻ ആൾക്കാർ ചോദിക്കുന്നതാണ്, ഇനി എപ്പോൾ? ഇനി ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചവരുമുണ്ട്. യേശുദാസിന് മാത്രമായിട്ട് അനുവാദം കൊടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനൊരു അനുവാദം വേണ്ട. എപ്പോഴാണോ ഗുരുവായൂർ അമ്പലത്തിൽ ഭക്തന്മാർക്ക് കയറാവുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അന്ന് ഞാൻ വരാം എന്നാണ് പറഞ്ഞത്. ഇപ്പം ആ സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ക്ഷേത്രം തന്ത്രിയാണ് ക്ഷേത്രാചാരങ്ങൾ, അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവസാന വാക്ക് എന്ന് ഇപ്പോൾ കോടതി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുകയാണ്. മാർ അപ്രേം അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കയറിയതുമായിട്ട് ബന്ധപ്പെട്ട്. ആയതുകൊണ്ട് തന്നെ ഇനി തന്ത്രി ഒരു വാക്ക് പറഞ്ഞാലും മതി. നാട് ഭരിക്കുന്ന നവോത്ഥാന
ഭാവങ്ങളുള്ള സർക്കാരിന് യാതൊരു എതിർപ്പും അതിനകത്തുണ്ടാകാൻ പോകുന്നില്ല. ക്ഷേത്ര കമ്മിറ്റിയും തന്ത്രിയും കൂടി തീരുമാനിച്ചാൽ സർക്കാർ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഇടയിൽ തുല്യം ചാർത്തി കൊടുക്കും എന്നുള്ളതിന്. ഇപ്പോൾ ശ്രീ യേശുദാസ് ഉള്ളത് അമേരിക്കയിലാണ്. അവിടെയാണ് സ്ഥിരതാമസം. വല്ലപ്പോഴും ഇവിടേക്ക് വരും. റെക്കോർഡിങ് പോലും ട്രാക്ക് അയച്ചു കൊടുത്ത് അവിടെ റെക്കോർഡ് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കും. അങ്ങനെയാണ്. അല്ലെങ്കിൽ തന്നെ മുഖാമുഖം സംസാരിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുകളില്ലല്ലോ. തിരുത്തലുകൾ ഇവിടെ പറയാം, അതിനനുസരിച്ച് പാടാം. അതുകൊണ്ട് അവർക്ക് വരേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും ചില ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ വരും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതേ ഗുരുവായൂർ കയറും. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നൊരു കാര്യം, ഗുരുവായൂരിൽ കയറാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് വെച്ചുകൊണ്ട് ഒരിക്കൽ ചെമ്പൈ സ്വാമി ഇങ്ങനെ പറഞ്ഞത്രേ, എടാ ദാസപ്പ, ദാസപ്പ എന്നാണ് യേശു എന്തായാലും ദാസപ്പൻ എന്നൊന്നുമില്ല, ദാസപ്പ, നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നീ ഇവിടെ കൃഷ്ണ ഗുരുവായൂരപ്പ നിന്റെ ശബ്ദത്തിൽ വിളിച്ചാൽ നീ എവിടെയാണ് ഇരിക്കുന്നത് അവിടേക്ക് കൃഷ്ണൻ വരുമല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചത്രേ. ഏതായാലും കൃഷ്ണൻ്റെ വിളി എത്തിക്കഴിഞ്ഞു. ഗുരുവായൂരിലേക്ക് യേശുദാസ് വരിക അതൊരു ചരിത്ര സംഭവമായിരിക്കും. അതിൻ്റെ പുറകിൽ അവിടെ ഇരിക്കുന്ന ആ ബോർഡ്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും അത് അനുവർത്തിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ അത് ഒരു സംഭവമായി മാറും. കേരളത്തിൽ അതൊരു ചരിത്രമായിട്ട് മാറും. അത് ഏറ്റവും വേഗത്തിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? ഓർത്തഡോക്സ് സഭ ഭദ്രാസനാധിപൻ, കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം, അദ്ദേഹവും മറ്റൊരു പുരോഹിതനും അടൂർ ഉള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സനൽ നമ്പൂതിരി എന്നൊരാൾ കൊടുത്ത ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായിട്ടുള്ള എ രാജാ വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരുടെ ബെഞ്ച് ചരിത്ര പ്രാധാന്യമുള്ളൊരു വിധി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിഥികളെ ബഹുമാനിക്കണം. അതിന് മുൻപന്തിയിൽ നിൽക്കേണ്ടത് ക്ഷേത്രങ്ങളാണ്. ഇതിനൊപ്പം തന്നെ നിയമവും ചട്ടവും തമ്മിലുള്ള വൈരുദ്ധ്യം, അഹിന്ദുക്കളുടെ ക്ഷേത്രപ്രവേശന കാര്യത്തിൽ നിലവിലുള്ള നിയമവും ചട്ടവും തമ്മിലുള്ള വൈരുദ്ധ്യം കോടതി എടുത്തു പറഞ്ഞു. നിയമപ്രകാരം അഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ കയറാം. പക്ഷേ ചട്ടപ്രകാരം ചിലയിടത്ത് അത് പാടില്ല. നിയമത്തിനപ്പുറം ചട്ടം പോകരുത്. ഇതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് എന്ന് പറയാം. അങ്ങനെ വരുന്ന സമയത്ത് ശബരിമലയിലെ ചട്ടം, യുവതികൾ കയറാൻ പാടില്ല എന്നൊരു ചട്ടമുണ്ടല്ലോ, അതും തെറിച്ചേക്കും എന്ന് തോന്നുന്നു. എന്തായാലും സാഹചര്യങ്ങൾ എന്തോ ആകട്ടെ, മാർ അപ്രേം അവിടെ കയറിയത് ഒരു നിമിത്തമായി. അടൂര് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അധികാരികൾ അനുമതി കൊടുത്തത് മറ്റൊരു നിമിത്തമായി. അതിനുപരി സനൽ നമ്പൂതിരി എന്ന ചെറുപ്പക്കാരൻ ക്രിസ്ത്യാനിയെ അമ്പലത്തിൽ കയറ്റിയെന്നും പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തത് അതും ഒരു നിമിത്തമായി. എന്തിനു നിമിത്തമായി? യേശുദാസിന് ഗുരുവായൂർ കയറാൻ കഴിയുന്നു എന്ന കാര്യത്തിൽ. അത് മാത്രമല്ല, കാലം ഇത്രയായിട്ട് പോലും ഭഗവാൻ വിഷ്ണു പറയുന്ന പോലെ ക്രിസ്ത്യാനി ഇവിടേക്ക് കയറണ്ട,
അങ്ങനെ ചില വൈകൃതാത്മകമായിട്ടുള്ള ചട്ടങ്ങൾ എടുത്ത് മാറ്റാൻ ഇത് കാരണമായി എന്നുള്ളത് കൊണ്ട് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്ത് ആദരിക്കാം. നമസ്കാരം.